നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സർവകലാശാല കലോത്സവം തന്നെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അവർക്ക് സെലിബ്രിറ്റികൾക്ക് നൽകുവാൻ വലിയ പണം ഉണ്ടാകണമെന്നില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫലേച്ഛയില്ലാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് വന്ന വഴി മറക്കാത്തവരെ കാലമെന്നും ഓർത്തുവയ്ക്കും. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ബഹുമാന്യനായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. അതെ അതെ, ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും വന്ന വഴി മറക്കില്ല. നേരത്തെ നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ പലസ്തീനിലെ കാര്യം ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പറയും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ കാര്യം ഇവിടെ അല്ലാതെ വേറെ എവിടെ പറയാനാ? അതുകൊണ്ട് പറയാ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ മിനിസ്റ്റർ അടക്കമുള്ള ഇവരുടെ ആരുടെയും കയ്യിലല്ല ഇനിയുള്ള കേരളം. എന്താ നീ തങ്കിക്കുത്ര വാർത്താനൊന്നും പറയല്ലേ? നമ്മളൊക്കെ ഏജ് ഓവറായി കഴിഞ്ഞു. ഇനിയുള്ള കേരളം നിങ്ങളുടെ കയ്യിലാണ്. ഇനിയുള്ള ലോകവും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ആരോഗ്യമുള്ളവരാവണം. ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവകളായി മാറരുത്. സമയത്ത് എത്തുകയും ചെയ്തു, നല്ല ബേഷായിട്ട് കിട്ടുകയും ചെയ്തു. ഇനി നിങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് MLA ആവാം. അപ്പൊ ഒന്നും മോശമല്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. വളരെ പെട്ടെന്നുണ്ടായതല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായ ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഒരു പ്രതിഭാസമാണ് ആ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാരും വിളിച്ചു. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.